രമേശന്റെ കേസിൽ രമേശേട്ടൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തത് പറയണം ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും രമേശേട്ടനല്ലേ ഒരെണ്ണം അടിച്ച് ഇതിന്റെ മുകളിൽ അടിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുള്ളായി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കില്ല. ഞാന് വളരെ പണ്ട് ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലസ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുവാന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങിയത് കഴിഞ്ഞ് പറഞ്ഞു. ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എന്റെ തലയിലെ ഏതോ ഞെരപ്പിൽ കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മൂലാല് പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവെന്ന് പറയേണ്ട കാര്യം തിരിക്കുന്ന